ഹലോ ഗൈസ്, വെൽക്കം ടു അനാമിക വിഷ്ണുസ് ടോപ്പിക്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ണിമോളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പം അവൾക്കുള്ള കുറച്ച് കാര്യങ്ങളും അവൾ എങ്ങനെയാണെന്നും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഇപ്പം ഞാൻ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കുക്ക് ചെയ്തു, സെറ്റാക്കി, ലഞ്ചിനുള്ള എല്ലാം സെറ്റാക്കി. അപ്പം അപ്പോഴത്തേക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ചു ഞാൻ. അപ്പോൾ ഇനി ഉണ്ണിമോളെയും ഉണ്ണിമോനെയും കൂടെ കട്ടിൽ കിടപ്പുണ്ട്. അപ്പം അവരുണന്ന് കിടക്കും. അപ്പോൾ അവരടുത്തോട്ട് പോകാം. ഓക്കെ. അപ്പം ഗൈസ്, അച്ഛനും മോളും കൂടെ ഇവിടെ കിടന്ന് കളിക്കുക. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാനും അവിടെ കിടക്കട്ടെ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഉണ്ണിമോളെ. ഹലോ ഗായ്സ് പറഞ്ഞേ. കണ്ടവള് നോക്കുന്നു. ഇത് എന്റെ എന്തോട്ടിലാടി നോക്കണേ നീ? നോക്കി കിടക്കുവാണ്. ഇത് എന്തുവാ നോക്കി? ഇത് എന്തുവാ? ഇതാരൊക്കെയാ കാണുന്നേ? എന്നെ കാണുവാണോ എല്ലാവരും? ചോദിച്ചേ, ഉണ്ണിമോള് ചോദിച്ചേ. ഗൈസ്, ഇപ്പം ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഫോണൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായാലും അവൾ നോക്കിയെടുക്കുകയൊക്കെ ചെയ്യും. അപ്പം റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ അവൾ ഇടയ്ക്ക് സംസാരിക്കാൻ ശ്രമിക്കും, കളിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി ഉണ്ണിമോളെ കുളിപ്പിക്കണം. അതാണ് ആദ്യം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഉണ്ണിയണ്ണൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല രാവിലെ. കുക്കുംബറും ക്യാരറ്റും ഒരു ജ്യൂസാണ് രാവിലെ കഴിക്കുന്നത്. പിന്നെ ഇനി ഉച്ചയ്ക്ക് ചോറ് കഴിക്കും. ഉച്ചയ്ക്ക് ചോറും മീൻകറിയും സെറ്റായിട്ടുണ്ട്, പിന്നെ തൈര്. അപ്പോൾ ഉച്ചയ്ക്ക് ഇനി ഫുഡ് കഴിക്കണം. ഇപ്പോൾ സമയം ഒരു 10-10:30 ആവുന്നു. അപ്പം ഇനി എവിടെ കുളിപ്പിക്കണം. അപ്പം നമുക്ക് ഉണ്ണിമോളെ കുളിപ്പിക്കാൻ പോവാം. ഓക്കെ ഗൈസ്. നോക്കി നോക്കി ഉണ്ണിമോള് രണ്ടുപേര്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ചിരിച്ചേ. അപ്പൊ ഗൈസ്, നമുക്ക് ഉണ്ണിമോളെ കുളിപ്പിക്കാം. കുളിക്കാൻ പോവാം. കുഞ്ഞിന്റെ ഒരു കണ്ണില് കൺമഷിയേ ഉള്ളൂ. അത് അവള് മായിച്ച് കളയുന്നത്. നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് കൺമഷിയാണ്. നമ്മളിപ്പോ ഇവിടെ തന്നെ എടുക്കുന്ന ആയുർവേദിക്. നമ്മള് കുളിക്കാൻ പോവാണ്. അപ്പൊ നമ്മള് ഉണ്ണിമോളെ കുളിപ്പിച്ചു. ഇനി നമുക്ക് തലയൊക്കെ തോണ്ടി അപ്പൊ ഗൈസ്, ഉണ്ണിമോളെ കുളിപ്പിച്ച് സെറ്റാക്കി കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. അവള് കുളിപ്പിച്ച് കഴിയുമ്പോൾ ഭയങ്കര കരച്ചില്ല കേട്ടോ. നിർബന്ധം പാല് കുടിക്കാൻ വേണ്ടി. എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണെന്ന് തോന്നുന്നു, പക്ഷെ ഉണ്ണിമോൾ അങ്ങനെ. അപ്പം പാലൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ അവൾ കുറച്ചു നേരം കളിച്ചും ചിരിച്ചും കിടന്ന് തനിയെ കിടന്നങ്ങ് ഉറങ്ങും. വയറ് നിറഞ്ഞാൽ പുള്ളിക്കാരി തനിയെ കിടന്നങ്ങ് ഉറങ്ങും. അപ്പം കരി എഴുതണം. പക്ഷെ അവൾ ഉണർന്ന് നടക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റില്ല? കരി എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ ഇവിടെ കിടന്ന് കളിച്ച് ചിരിച്ച് ഈ കിടക്കുന്ന സമയം കൊണ്ട് നമുക്ക് പോയി തുണി കഴുകാം. നമ്മൾ കുഞ്ഞുങ്ങളെ തുണി കൂട്ടിയിടാത്തതാണ് നല്ലത്. അപ്പം കൈയോടെ നമ്മൾ വാഷ് ചെയ്ത് ഒലച്ച് പിഴിഞ്ഞ് ആശയിലിടുന്നതാണ് നല്ലത്. അപ്പം അവളെ തുണി കഴുകിയിട്ട് വരുമ്പോഴത്തേക്ക് അവൾ ഉറങ്ങുമായിരിക്കും. ഉറങ്ങുവാണെങ്കിൽ നമുക്ക് കരി എഴുതാം. ഓക്കെ ഗൈസ്, നമുക്ക് തുണി എഴുതാൻ പോവാം. നമുക്ക് അവിടെ തുണി എഴുതാം. ഗൈസ്, നമ്മുടെ ഉണ്ണിമോള് ജനിച്ചിട്ട് അന്നു മുതൽ ഇന്ന് വരെ തന്നെ ഞങ്ങൾ ഈ ലൗലാപ്പിൻ്റെ ബേബി ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതെ ഗൈസ്, കുഞ്ഞുങ്ങൾ സോഫ്റ്റ് സ്കിൻ ആയതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് അലർജീസോ ഇറിറ്റേഷനോ വരുമെന്ന് പേടിക്കേ വേണ്ട. കാരണം ഞങ്ങൾ അവൾക്ക് അന്ന് മുതൽ പറഞ്ഞില്ലേ, ഇന്നും അത് യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പം എൻ്റെ ഉണ്ണിയുടെയും ഡ്രസ്സ് കഴുകുന്നത് സോപ്പ് പൊടിയും കംഫർട്ടും ഒക്കെ വെച്ചാണ് കഴുകുന്നത്. അപ്പോൾ അത് തന്നെ ബേബിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലർജി വരുമെന്ന് ടെൻഷനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലൗലാപ്പിൻ്റെ പ്രൊഡക്റ്റ് തന്നെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മാക്സിമം ഒരു കമ്പനിയിൽ
കഴിഞ്ഞിട്ട് തന്നെ ബേബിക്ക് എല്ലാ ഐറ്റംസും എല്ലാ പ്രൊഡക്റ്റും അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം ഞങ്ങളെ കുഞ്ഞിന് ലൗലാപ്പാട്ടോ എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഗൈസ്, ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ കളറോ മണവോ ഒന്നും തന്നെ ആഡ് ആയിട്ടുമില്ല. പിന്നെ ഗൈസ് ബേബീസിൻ്റെ യൂറിനും മോഷനും ഒക്കെ അതിൻ്റെ അകത്ത് ആവുമോ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് നിൽക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നമ്മളിത് വാഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പം ഞാൻ ഉണ്ണിമോക്ക് യൂസ് ചെയ്യുന്നത് ഇതാട്ടോ. അപ്പം ഞാൻ എല്ലാ ന്യൂബോ ബേബീസുള്ള അമ്മമാർക്കും ഈ ഒരു ലൗലാപ്പിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. നമ്മൾ അപ്പപ്പ കുഞ്ഞുങ്ങൾ ഇടുന്ന ഡ്രസ്സ് അപ്പപ്പ കഴിയിടുന്നതിന് കുറച്ചുകൂടെ ബെറ്റർ അല്ലേ ഉണ്ണേണ? അതാകുമ്പം പെട്ടെന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളാകുമ്പം നമ്മൾ വീട്ടിലെപ്പോഴും ഡൈപ്പർ ഒന്നും ഇട്ട് കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ പാൻറ്റീസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പപ്പ അതങ്ങ് ഊരി കഴിയിടുന്നത് ആയിരിക്കും നല്ലത്. അപ്പം ഇങ്ങനെ ഒരു ഡിറ്റർജൻറ്റ് ഉള്ളതും കൂടെ നല്ലതായിരിക്കും. അവൾ ഉറങ്ങിയിട്ടില്ല, ഇവിടെ തന്നെ ഉള്ളപ്പോൾ കിടന്ന് കളിക്കുക. അപ്പൊ ഗൈസ് നമുക്ക് എന്തുവാ പറയണേ? എന്തോ ഒന്ന് മല പറയുന്നേ? എനിക്ക് എന്നെ ഒങ്ങട്ടെ അമ്മച്ചി. ഇഷ്ടപ്പെടുന്നില്ല അവക്കത്. അപ്പോൾ ഗൈസ് ഉണ്ണിമോളെ ഉറക്കണം. അപ്പോഴത്തേക്ക് എവിടെ ഉണർന്ന് നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ച് വരുന്ന ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉണ്ണിയെണ്ണം കഴിച്ചിട്ട് വന്നിട്ട് വേണം കുഞ്ഞിനെ എടുക്കാൻ. അപ്പോൾ വേണം ഞാൻ പോയി കഴിക്കാൻ. അപ്പോൾ ഉറങ്ങിയിട്ടില്ല. അപ്പം കഴിച്ചിട്ട് ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കാം. അപ്പം ഇനിയിപ്പം നിർബന്ധമായിരിക്കും, അതുകൊണ്ട് കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം കഴിച്ചിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. കഴിച്ചിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാൻ മടിയായിപ്പോയി. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുക്കായിരുന്നു. ഇപ്പോൾ ഉറങ്ങിയൊക്കെ എണീറ്റപ്പോഴത്തേക്ക് സമയം ഇപ്പോൾ ഒരു എത്രയായിരുന്നു? 4 മണിയായി. ഉണ്ണിമോള് എണീക്കാനുള്ള തയ്യാറെടുപ്പില്ല, ഞാൻ കാണിച്ചു തരാം. ഉണ്ണിമോള് എണീറ്റിട്ടുണ്ട്. അപ്പം ഇപ്പം അമ്മ വിളിച്ചായിരുന്നു, എവിടെ കടയിലോ ഹോസ്പിറ്റലിലാണ് പോകണം അങ്ങനെയല്ലേ പറഞ്ഞത്, പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിയേൻ്റെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ക്യാമറമാൻ പോവുകയാണ് ഗൈസ്, അതുകൊണ്ട് ഇനി വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഉണ്ണിമോക്കുള്ളതാണ് നമ്മൾ മെയിനായിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഉണ്ണിമോക്കുള്ള കുറച്ച് മാത്രമേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.